Okay, so welcome to another video. ഞാൻ ഡോക്ടർ കവിത വാര്യർ ആൻഡ് താങ്ക് യു സോ മച്ച്. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിലും സബ്സ്ക്രൈബ് ചെയ്യുന്നതിലും ഒരുപാട് സന്തോഷം. ഞാൻ ഇപ്പം കുറച്ച് കാലമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരുപാട് പേര് ഉണ്ടാവും നമ്മളെ താഴ്ത്തി പറയാനും നമ്മളെ ഇൻസൾട്ട് ചെയ്യാനും നമ്മളെ എംബാരസ് ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ടാവും. അത് സോഷ്യൽ മീഡിയയിലും ചിലപ്പോൾ നമ്മൾ കാണും, ചിലപ്പോൾ പേഴ്സണലായിട്ട് നമുക്ക് വരാം. സോ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ ഏത് പ്രൊഫഷൻ ആണെങ്കിലും, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ആയുർവേദ ഓർ അലോപ്പതി ഓർ ലൈക്ക് മെഡിക്കൽ ആണെങ്കിലും IT ആണെങ്കിലും ഇലക്ട്രിക് എൻജിനീയർ അങ്ങനത്തെ ആണെങ്കിലും ഏത് പ്രൊഫഷൻ ആണെങ്കിലും ട്രസ്റ്റ് മീ, ആ ജേർണി ഈസി അല്ല. ഇറ്റ്സ് നോട്ട് എൻ ഈസി ജേർണി. അത് ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു കാട്ടിക്കൂടെ പോവാണ്. അപ്പോൾ കാട്ടിക്കൂടെ പോകുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ളതൊക്കെ ഒരു കാടാണ്, നമുക്ക് ഇതൊക്കെ വേണ്ടി വരും എന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ. പക്ഷെ അതിനുശേഷം പോയിട്ട് എന്ത് സംഭവിക്കുന്നു, നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് പോവാണ്. പക്ഷെ സംതിങ് ഇസ് റിട്ടൺ ഇൻ അവർ ഡെസ്റ്റിനി. നമുക്ക് അതിനെ മാറ്റാനൊന്നും പറ്റില്ല. വി ഡു അവർ ബെസ്റ്റ്. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് നോട്ട് ഗിവിങ് അപ്പ് ആൻഡ് വി ഷുഡ് കീപ് ട്രൈങ് അല്ലേ. അതേപോലെയാണ് ഏത് പ്രൊഫഷൻ ആണെങ്കിലും, ആരാണെങ്കിലും, എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിലും, ചിലപ്പോൾ കുറച്ച് മാസത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഐ തിങ്ക് വി ഷുഡ് എൻകറേജ് ദം ആൻഡ് വി ഷുഡ് അപ്രീഷിയേറ്റ് ദം. ആൻഡ് നമ്മൾ അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് വേണ്ടത്, അല്ലാതെ അവരെ താഴ്ത്തി കുറേ കുറ്റം പറഞ്ഞ് അത് ഞാൻ അടുത്ത കുറേ കാലങ്ങളായിട്ട് ഞാനിങ്ങനെ കാണുന്നു, സോഷ്യൽ മീഡിയയിലും കാണുന്നുണ്ട്, പേഴ്സണൽ അനുഭവങ്ങളും ഉണ്ട്. സോ ഞാനിങ്ങനെ ഐ വാസ് ജസ്റ്റ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. ലൈക്ക് എത്ര മോശപ്പെട്ട ഒരു കാര്യമാണ്. ഒരാളെ എൻകറേജ് ചെയ്യാനും അപ്രീഷിയേറ്റ് ചെയ്യാനും അധികം സമയം വേണ്ട അല്ലേ. പക്ഷെ അതാരും ചെയ്യുന്നില്ല. എല്ലാവർക്കും മറ്റുള്ളവരെ കുറ്റം പറയാനും ബാക്കിൽ പോയിട്ട് ഇങ്ങനെ ബാക്ക് സ്റ്റാബിങ് എന്നൊക്കെ പറയില്ല, ബാക്കിൽ പോയിട്ട് കുറ്റം പറയാം. നമ്മുടെ മുമ്പിൽ ഭയങ്കര ചിരിയായിരിക്കും, പക്ഷെ നമ്മുടെ പിന്നാലെ പോയിട്ട് കുറ്റം പറയാം. സോ നിങ്ങൾക്ക് പേഴ്സണലി അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കാം. എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ട്. സോ ഞാനത് പറയുന്നില്ല പുറത്തേക്ക് എങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ഐ ഫീൽ ലൈക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, അതായത് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അതിപ്പോൾ എവിടെയെങ്കിലും ആയിക്കോട്ടെ, പേഴ്സണൽ ആയിക്കോട്ടെ, പബ്ലിക്ലി ആയിക്കോട്ടെ, ചിലപ്പോൾ ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ പ്രൊഫഷനെ താഴ്ത്തിയിട്ടുണ്ടാവും. നമ്മുടെ എസ്പെഷ്യലി ആയുർവേദ പ്രൊഫഷൻ അല്ലെങ്കിൽ വേറെ ഏത് പ്രൊഫഷൻ ആണെങ്കിലും ഡെഫിനറ്റ്ലി ആ ജേർണി ഈസി അല്ല. നമ്മളെല്ലാവരുടെയും ജേർണി ഭയങ്കര ഡിഫറെൻ്റ് ആണ്. സോ നമ്മുടെ കാര്യങ്ങൾ അറിയാം. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നുള്ള ആ ഒരു സെൻറ്റൻസ്, അത് വെറും ഒരു സെൻറ്റൻസ് മാത്രമല്ല, അല്ലെങ്കിൽ വെറും ഏതോ ഒരു ഫേമസ് ആൾ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടി അല്ല. നമ്മൾ എത്രത്തോളം അത് ലൈഫിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇപ്പോഴത്തെ പൊതുവെ ഇപ്പോൾ നമ്മൾ വിചാരിക്കില്ലേ, കണ്ണട വെച്ചിട്ട് കുറച്ച് തലയിൽ കുറച്ച് മുടിയൊക്കെ ഒന്ന് നരച്ച് കണ്ണടയൊക്കെ വെച്ച് സാരിയെ കൊടുത്തു കഴിഞ്ഞാൽ മേ ബി അവർക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് എന്നൊക്കെ കരുതും. സോ ഇങ്ങനെയുള്ള കുറേ തെറ്റിദ്ധാരണകൾ, എസ്പെഷ്യലി ഡോക്ടേഴ്സിൻ്റെ കാര്യത്തിൽ, കുറേ ഡിഗ്രി ഉള്ളവർ ഭയങ്കര ഫേമസ് ആയിട്ടും ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടും ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരും അല്ല, എന്നാൽ വെറും ഒരു ഡിഗ്രി മാത്രമുള്ളവർ, അതായത് ചിലപ്പോൾ BCom അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BMS അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒട്ടും ബുദ്ധിയില്ല എന്നും അല്ല എൻ്റെ അർത്ഥം. എല്ലാവർക്കും ദേ ഹാവ് എ സർക്കിൾ ഓഫ് എന്താ പറയുക, അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് അവർ മനസ്സിലാക്കി അങ്ങനെ ഒരു സംഭവം ഉണ്ട്. സോ ആർക്കെങ്കിലും മോശപ്പെട്ട എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ. അവരോട് എനിക്ക് പറയാനുള്ള ഒരു മെസ്സേജാണ് ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. ബിക്കോസ് എവ്രിബഡി നമ്മളെ താഴ്ത്താനും നമ്മളെ കുറ്റം പറയാനും ഒരു 10,000-കണക്കിന് ആൾക്കാരുണ്ടാവും. പക്ഷേ ഈ 10,000-കണക്കിന് ആൾക്കാരിൽ ദർ വിൽ ബി ദാറ്റ് വൺ പേഴ്സൺ നിങ്ങളെ കൈ പിടിച്ച് ഉയർത്താൻ ആ ഒരൊറ്റ പേഴ്സൺ ഉണ്ടാവും. ആ ഒരു പേഴ്സൺ ആരാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. നിങ്ങളുടെ ലൈഫിൽ അതാരാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. ആൻഡ് ട്രസ്റ്റ് മീ, വേറെ ആരും ഇല്ലെങ്കിലും നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. എൻ്റെ പേഴ്സണൽ അനുഭവമാണ്. എത്രയൊക്കെ അനുഭവങ്ങൾ എനിക്കുണ്ടെങ്കിലും അല്ലെങ്കിൽ ഉണ്ടായാലും എവ്രി ടൈം ഗോഡ് ഹാസ് ബിൻ വിത്ത് മീ. നമ്മൾക്ക് തോന്നും നമ്മൾ വീണു കഴിഞ്ഞു, ഇനി കാര്യമില്ല, മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഒരിക്കലും അല്ല. നമ്മുടെ കൂടെ ദൈവമുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങൾ ചിലപ്പോൾ അപ്പം തന്നെ കാണില്ല, നമുക്ക് പ്രകാശം കാണില്ല, അല്ലെങ്കിൽ നമുക്ക് മെസ്സേജും കോളൊന്നും വരില്ല. ബട്ട് വഴിയെ മനസ്സിലായിക്കോളും. സോ ആർക്കെങ്കിലും ഇതേപോലെ എന്തെങ്കിലും ഒരു മോശപ്പെട്ട അനുഭവങ്ങൾ അല്ലെങ്കിൽ വട്ടെവർ, നിങ്ങളുടെ പ്രൊഫഷനെ താഴ്ത്തി, നിങ്ങളുടെ കൾച്ചറിനെ താഴ്ത്തി, ഇങ്ങനെയുള്ളവരുടെ അവർ നമുക്ക് കാണിച്ചു തരാണ്. ദേ ഹെൽപ്പിങ് അസ് ഔട്ട്. എങ്ങനെയാണെന്നല്ലേ, അവർ നമുക്ക് കാണിച്ചു തരാണ്. ദേ ആർ നോട്ട് വർത്ത് യുവർ ടൈം. അത് നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ സമയം അവരോട് തർക്കിച്ചിട്ടോ അവരോട് തിരിച്ചു പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. യു ആർ ജസ്റ്റ് വേസ്റ്റിംഗ് യുവർ ടൈം. എങ്ങനെ വേണമെങ്കിലും ക്രിട്ടിസൈസ് ചെയ്തോട്ടെ. ഇറ്റ് ഈസ് ജസ്റ്റ് ഇമോഷണലി നിങ്ങൾ ഗ്രോ ചെയ്യാണ്. ഓക്കെ.
സോ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുമെന്നൊരു പ്രതീക്ഷ എനിക്കില്ല, ബട്ട് സ്റ്റിൽ ഫുള്ളായിട്ട് കാണുന്നവർക്കൊക്കെ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം, ബിക്കോസ് ടൈം ഇസ് വെരി വാല്യുബിൾ.